ദശപുഷ്പത്തിൽ വിഷ്ണുക്രാന്തി ചെടിയെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഡൗട്ടുകളുണ്ട്. അതിലൊന്ന് വെള്ളപ്പൂവുള്ളതും ഒന്ന് നീലപ്പൂവുള്ളതുമാണ്. എന്നാൽ ഈ ശരിക്കും പറഞ്ഞാൽ ഈ നീലപ്പൂവുള്ളതാണ് യഥാർത്ഥത്തിൽ വിഷ്ണുക്രാന്തി. ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. കേരളത്തിലെ ആളുകൾ വിഷ്ണുക്രാന്തിയായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു ചെടി ഇതാ ചെടിയാണ്. ഇത് വെള്ളപ്പൂ ഉണ്ടാകുന്ന നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ചെടി തന്നെയാണിത്. വിഷ്ണുക്രാന്തിയുമായി സാമ്യം ഉണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് ഇതിനെ എല്ലാവരും വിഷ്ണുക്രാന്തി എന്ന് പറയുന്നത്. ഇതിന് വെള്ള ഒരു പൂവാണ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ഒരു ചെടി ഇത് ഈ ചെടിയാണ്, കണ്ടോ. ഇതിന് നീലപ്പൂവുണ്ട്, ഇല ഇങ്ങനത്തെ ഇലയാണ്. ഇതിനെ വിഷ്ണുക്രാന്തിയായിട്ട് പറയുന്നുണ്ട്. ഇതൊരു ഓർണമെൻ്റൽ ചെടിയാണ്. ഇത് നമ്മുടെ നേഴ്സറികളിലെല്ലാം കിട്ടുന്നതാണ്. ഇതും വിഷ്ണുക്രാന്തിയാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കൊണ്ട് മേടിച്ച് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലയ്ക്ക് വിഷ്ണുക്രാന്തിയായിട്ട് സാമ്യമുണ്ട്. പക്ഷേ വിഷ്ണുക്രാന്തി ഒരിക്കലും ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വളർന്നു വയ്ക്കുന്നൊരു ചെടിയേ അല്ല, പറ്റിപ്പടരുന്നൊരു ചെടിയാണ്, കണ്ടോ. അപ്പോൾ ഈ രണ്ട് ചെടികളെയാണ് ആളുകൾ വിഷ്ണുക്രാന്തിയായിട്ട് ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്ന രണ്ട് ചെടികൾ. ഇതാണ് സത്യത്തിൽ വിഷ്ണുക്രാന്തി എന്ന് പറയുന്ന ചെടി. ഇതിൽ കണ്ടോ ചെറിയ നീല പൂവുണ്ട്. ഈ പറയുന്ന ചെടിയുടെ ഇലകളും നേരത്തെ ഞാൻ കാണിച്ച ചെടികളുടെ ഇലയുമായിട്ട് എന്തൊക്കെയോ സിമിലാരിറ്റി ഉണ്ട്, കണ്ടോ. ആ ഇലകളുടെ ചില പാറ്റേൺസിൽ സിമിലാരിറ്റി ഉണ്ട്. എന്നാൽ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട് താനും. ഈ ചെടിക്ക് വെള്ളപ്പൂവാണ് ഉണ്ടാകുന്നത്. ശരിക്കുമുള്ള വിഷ്ണുക്രാന്തിക്ക് കൊച്ചു നീലപ്പൂവാണ് ഉണ്ടാകുന്നത്, കണ്ടോ. അപ്പോൾ ഇതാണ് യഥാർത്ഥ. ഇത് ഒറ്റ ഒരു മൂടാണ്. ഒരു വിഷ്ണുക്രാന്തി ചെടിയുടെ ഒരൊറ്റ മൂടാണ് ഇത്രയും വലിപ്പത്തിലുള്ള. അതേപോലെ ഒരു മൂട് തന്നെയാണ് ഈ കാണുന്നത്. ഇത് ചില സ്ഥലങ്ങളിൽ വളരെ കോമൺ ആണ്. എന്നാൽ ഇത് ശരിക്കും ഇപ്പോൾ ഒരു റെയറായി മാറിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും നിന്നും ഈ ചെടി ഇപ്പോൾ അപ്രത്യക്ഷമായി പോയിട്ടുമുണ്ട്. ഇപ്പോൾ വിഷ്ണുക്രാന്തിയെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾക്ക് വിരാമമാകുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ എൻ്റെ യാത്രയിൽ ഞാൻ കാണുന്ന ചെടികൾ, ആയുർവേദ ചെടികൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ചാനലിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിന് മുമ്പോട്ടുള്ള പല വീഡിയോകളും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഒരു ചോട്ട്.